ഇനിയുള്ളത് സ്പെഷ്യൽ കേസസ് ആണ്. സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും അതുപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിളും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഇക്വലാറ്ററൽ ട്രയാങ്കിളും അതാണ് സ്പെഷ്യൽ കേസസ് വരുന്നത്. അപ്പൊ ആദ്യം പറയാൻ പോകുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എല്ലാ സെന്റൻസ് പഠിക്കുമ്പോഴും നമ്മൾ പറയും. സോ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻസെന്റർ ആണ് ഐ. ഓക്കെ, ശ്രദ്ധിച്ചോണ്ടേ. അപ്പൊ നമുക്കറിയാം ഇൻസെന്ററിൽ നിന്ന് ഈ സർക്കിളിലോട്ട് വരയ്ക്കുന്ന ഇത് ആണ് ഇൻ റേഡിയസ് അല്ലെ. മാത്രമല്ല അത് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. അങ്ങനെയല്ല നമ്മൾ തിരിച്ചു പറഞ്ഞു. അതായത് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആ പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന പോയിന്റ്സ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം പെർപെൻഡിക്കുലേഴ്സ് ആണ് അല്ലെ. ഇൻസെന്ററിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ സൈഡിലോട്ട് വരയ്ക്കുന്നു, അല്ലെ ഈ സർക്കിളും ഈ ട്രയാങ്കിളും ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും അല്ലെ, ഒറ്റ പോയിന്റ് ആയിരിക്കും. ഇപ്പൊ ഈ ബി സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്, എ ബി ടാൻജന്റ് ആണ്, എ സി ടാൻജന്റ് ആണ്. അപ്പോൾ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ടാൻജന്റിലോട്ട് വരയ്ക്കുന്ന ലൈന് പെർപെൻഡിക്കുലർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ ഒരു ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിളിന്റെ സെന്റർ ഐ വെച്ച് മാർക്ക് ചെയ്തു. ഇൻസർക്കിളിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, 6 ആണ്. ഇതും 6 തന്നെയാണ് അല്ലെ, ഇതും 6 തന്നെയാണ്. നോക്കണേ, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. ഇത് ഓൾറെഡി 90 ഡിഗ്രി ആണ് അല്ലെ. സോ ഇതും 90 ഡിഗ്രിയാണ്. ശ്രദ്ധിച്ചോണ്ടേ. അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു സ്ക്വയർ കിട്ടി. ഇങ്ങനെ റെക്ടാംഗിൾ അല്ല സ്ക്വയർ എന്ന് പറയാൻ കാരണം എന്താ, അഡ്ജസന്റ് സൈഡ്സും ഈക്വൽ ആണ് അല്ലെ. ഇത് 6 ഇത് 6 ഇതും 6 തന്നെ ആയിരിക്കും, ഇതും 6 തന്നെ. അതായത് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടി, അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത്, വേറൊരു കളർ എടുക്കട്ടെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസെന്റർ ആണ്. നമ്മൾ പിന്നീട് പഠിക്കും ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ഓ കൊണ്ട് മാർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ബി വെച്ചെന്നാലും മതി. ഓർത്തോ സെന്റർ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ്. നമ്മളിപ്പോ ഇൻസെന്റർ ആണ് പഠിക്കുന്നത്, പിന്നെ സർക്കം സെന്റർ, പിന്നെ ഓർത്തോ സെന്റർ, ഇങ്ങനെ പഠിക്കും. ഈ ഓർത്തോ സെന്റർ എന്ന് വെച്ചാൽ അതായത് ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോ സെന്റർ. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ എയിൽ നിന്നുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എയിൽ നിന്നുള്ള ഒരു ലൈന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സിയിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് ഏതേ ഉള്ളൂ, എ ബി തന്നെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ട്രയാങ്കിള്, അതിലെ ഇപ്പൊ ഒരു സൈഡ് എ എന്ന് പറയുന്ന സൈഡ്, എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് അതിനാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മീറ്റ് ചെയ്തു. ഓക്കെ, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഏത് തന്നെയാണ് ബി സിയിലോട്ടുള്ള, എ ബി തന്നെയാണ്. ഇവിടെ നോക്കി, സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഏത് തന്നെയാണ്, സി ബി തന്നെയാണ് അല്ലെ. സോ അതുകൊണ്ടാണ് അത് ബി തന്നെയാണ് അതിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആയിട്ട് വരുന്നത്. സോ അപ്പൊ ഇവിടെ പോയിന്റ് എന്താന്ന് വെച്ചാല് ഇതൊരു സ്ക്വയർ ആണ് അല്ലെ, ഒരു സ്ക്വയറും ആണ്. രണ്ട് സെന്റേഴ്സ് വരുന്നതാണ്, ഇൻസെന്ററും പറഞ്ഞു, ഓർത്തോ സെന്ററും പറഞ്ഞു. ഇൻസെന്ററും ഓർത്തോ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും, ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആയിരിക്കും അല്ലെ. സ്ക്വയറിന്റെ സൈഡ് 6 ആണെങ്കിൽ ഡയഗണൽ എത്രയാണ്, √2 6, അല്ലെ 6 √2 6ന്റെ റൂട്ട് ഇല്ല, അറിയാലോ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർത്തോ സെന്റർ ആൻഡ് ഇൻ സെന്റർ എത്രയാണ്, √2 6. √2 6. ഓർത്തോ സെന്ററും ഇൻ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് √2 6. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം പറയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടിനസിന്റെ പകുതിയിലായിരിക്കും. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിൽക്കാം. സോ
distance between orthocenter and incenter of a right angle triangle is equal to root to r. അത് നോക്കി വെക്കണം. അതുപോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്, ഈസിയാണ്. അതായത് അതിന്റെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു പെർപെൻഡിക്കുലർ ഉണ്ടായിരിക്കും, ഒരു ബേസ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു ബേസ് ഉണ്ടായിരിക്കും, പിന്നെ എന്താ ഉള്ളത്, ഒരു ഹൈപ്പോട്ടിനസ് ഉണ്ടായിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലർ പ്ലസ് ബേസ് മൈനസ് ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ ടു. സോ ഇൻ റേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോർമുല എന്താണ്? പെർപെൻഡിക്കുലർ പ്ലസ് ബേസ് മൈനസ് ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ടു. നമുക്കൊരു ട്രയാങ്കിൾ, ഈസി ആയിട്ടൊരു ട്രയാങ്കിൾ ആണ് 3, 4, 5. ഓക്കെ, സോ 3 + 4 7 - 5 എത്ര? 2 ഡിവൈഡഡ് ബൈ 2 1 വരും. അപ്പൊ 3, 4, 5 ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത്. 3, 4, 5 എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതാണ് ഏറ്റവും ചെറിയ, അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ്, ഏറ്റവും ചെറിയ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് 3, 4, 5. ഈ 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസിന്റെ ലെങ്ത് എത്രയാണ്? ഇൻ റേഡിയസിന്റെ ലെങ്ത് 1 ആണ്. ഇനി ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് 3h, 4h, 5h. 3h, 4h, 5h ആണെങ്കിൽ ഇൻ റേഡിയസ് എന്തായിരിക്കും? 1h ആയിരിക്കും അല്ലെ, 1h ആയിരിക്കും. അതായത് ഇപ്പൊ 6, 8, 10 എങ്കിൽ ഇൻ റേഡിയസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 9, 12, 15 ആണെങ്കിൽ ഇൻ റേഡിയസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് സ്പെഷ്യൽ ട്രയാങ്കിൾ, അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇതുവരെയുള്ള ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.